എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതി തന്നെയാണ് വീണ്ടും നമ്മുടെ കണ്ടന്റ്. ഇന്നലെ രേണുസുതിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കിച്ചുവായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ നല്ല രീതിക്കുള്ള നെഗറ്റീവും വന്നു, അത്യാവശ്യം സപ്പോർട്ടും വന്നു. ഇന്ന് മറ്റു കുറച്ച് കാര്യങ്ങളുമായിട്ടാണ്, അതേ വീഡിയോ ആസ്പദമാക്കി മറ്റു കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. രേണുസുതിയെ താല്പര്യമുള്ളവർ മാത്രം ഇത് കാണുക, ഈ ഒരു വിഷയത്തിൽ താല്പര്യമുള്ളവർ മാത്രം ഇത് കാണുക. ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേനും രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് രേണുസുതിയെ കുറിച്ച് നെഗറ്റീവ് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ നിങ്ങൾ തുടർന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ കാണാതിരിക്കുക നിങ്ങളുടെ കാര്യമാണ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോക്കകത്ത് ഞാൻ ഒരിക്കലും കൊച്ചു ഇങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചു എന്നുമല്ല ഞാൻ പറഞ്ഞത്. ആ കൊച്ചിനെ വളർത്തിയ വിധമാണ് ഞാൻ പറഞ്ഞത്. ആ കൊച്ചിനെ ഇവർ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യിച്ചു എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അതായത് ആദ്യമായിട്ടല്ല, അല്ലെങ്കിൽ ഇവർ തമ്മിൽ നിരന്തരമായിട്ടൊരു സംസാരം ഉണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിലെ ആ പരാമർശങ്ങളൊന്നും ആ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് വീഴില്ലായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റാണെന്നൊരു ബോധ്യം എനിക്ക് ഇപ്പോഴും വന്നിട്ടില്ല. ഞാൻ ചെയ്തത് ശരിയാണെന്ന രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഞാൻ ആ നിലപാടിൽ തന്നെ. നിങ്ങൾക്ക് നിങ്ങളുടെ എതിരഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയിക്കാം. നിങ്ങളുടെ എൻ്റെയും അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് അത് തെറ്റു പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. അത് നിങ്ങളുടെ എനിക്കെതിരെ വന്ന അഭിപ്രായങ്ങളെ ഞാൻ തീർച്ചയായിട്ടും മാനിക്കുന്നു. ഇന്ന് ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. ആ വിഷയങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിച്ചു ആ വീട്ടിലേക്ക് ചെല്ലുന്നു, ഋതപ്പനെ കാണുന്നു. ഋതപ്പൻ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം കാണുന്ന ഒരാളെ പല കാര്യങ്ങളും പരിചയപ്പെടുത്തുന്ന പോലെ, അല്ലെങ്കിൽ ആദ്യമായി ആ വീട്ടിലേക്ക് വന്ന ഒരാളെ പല കാര്യങ്ങളും പരിചയപ്പെടുത്തുന്ന പോലെ ആ വീട്ടിലുള്ള പല കാര്യങ്ങളും പരിചയപ്പെടുത്തുന്നു. രേണുസുതി അവിടെയും ഇവിടെയും എല്ലാം പരാമർശിക്കുന്നത് സുധിച്ചേട്ടനാണ് എൻ്റെ ജീവിതം, സുധിച്ചേട്ടനില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല, സുധിച്ചേട്ടൻ മാലാഖയാണ്, സുധിച്ചേട്ടനാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും, എന്നാൽ മറ്റു പലയിടങ്ങളിലായിട്ട് സുധിച്ചേട്ടൻ ഞാനൊരു വില കൽപ്പിക്കുന്നില്ല, ഇപ്പോൾ രേണുസുതിയാണ് ഇവിടുത്തെ രാജകുമാരി എന്ന രീതിയിലാണ് പുള്ളിക്കാരെ അവതരിപ്പിക്കുന്നത്. അത് അവരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാകും. രേണുസുതി ഫാൻസിന് മനസ്സിലാകത്തില്ല. ഒരുപാട് രേണുസുതിയെ ഹെയ്റ്റ് ചെയ്യുന്നവർക്കും അത് മനസ്സിലാകാൻ സാധ്യതയില്ല. നമ്മൾ ഇടത്തരമായിട്ട് നിന്ന്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ന്യൂട്രലായിട്ട് കാണുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത്. ഏതായാലും ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ കൊല്ലം സുധിയുടെ അല്ലെങ്കിൽ കൊല്ലം സുധി പാടി വാങ്ങിയ ട്രോഫികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. എന്തോ ട്രോഫി? അച്ഛൻ്റെ പാട്ട് പാടിയ ട്രോഫികൾ കട്ടിക്കീഴെ തള്ളിക്കയറ്റി വെച്ചിരിക്കുന്നു. അച്ഛൻ്റെ പാട്ട് പാടിയ ട്രോഫികൾ, ആ അച്ഛൻ്റെ കഴിവിനെയും ആ അച്ഛനെയുമാണ് ഇവര് ഈ രേണു ഭയങ്കരമായിട്ട് ഉയർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊല്ലം സുധിയാണ് എനിക്കെല്ലാം, കൊല്ലം സുധിയുടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതിനുശേഷം രേണുവിൻ്റെ ഒരു വേർഷൻ ഓഫ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൊല്ലം സുധിയായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളെല്ലാം. അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് വന്നിരുന്നു. പക്ഷെ അത് എനിക്കത് തോന്നിയില്ല. കാരണം അവർ ഫോട്ടോ ഫ്രെയിം ചെയ്തില്ല എന്നൊക്കെ, അല്ല മറ്റേ ഭിത്തിയിൽ അടിച്ചില്ല എന്ന് പറയുമ്പോൾ അത് അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് മാത്രമല്ല ഈ വീഡിയോയ്ക്കകത്ത് ഒരുപാട് നെഗറ്റീവുകളും ഉണ്ടായിരുന്നു. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, കിച്ചു ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് വാതുക്കൽ തന്നെ, ആ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ തുണികളെല്ലാം വിരിച്ചിട്ടിരിക്കുന്നു. ആ വീട് അടുക്കിപ്പെറുക്കി വെച്ചിട്ടില്ല. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. കാരണം മക്കളുള്ള വീട്ടിൽ, കൊച്ചു പിള്ളേരുള്ള വീട്ടിലെല്ലാം അടുക്കിപ്പെറുക്കി കൃത്യമായ ഓർഡറിൽ അത് അവിടെ ഇരിക്കണം, അങ്ങനെ വെക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറ്റം പറയാനായിട്ട് അങ്ങനെ ഒരു കുറ്റം പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഈ ഒരു സാധനം, അതായത് കൊല്ലം സുധിയാണ് ആ വീട്ടിലെ എല്ലാം, കൊല്ലം സുധിയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോഴും അവർ ജീവിക്കുന്നത്, കൊല്ലം സുധി കാരണമാണ് ഈ ഫെയിം എല്ലാം വന്നത്, ഒന്ന് വീതം 3 നേരം കൊല്ലം സുധിയാണ് എല്ലാം, കൊല്ലം സുധിക്ക് അങ്ങനെ ഒരു ബഹുമാനമാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുകയും, എന്നാൽ ഈ കൊല്ലം സുധിക്ക് ആ വേണ്ട പരിഗണന അവിടെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ അവരുടെ ലൈഫിലേ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പെരുമാറുന്നത്. അതോടൊപ്പം ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ സുധിച്ചേട്ടൻ്റെ മണം അവർ ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ വെച്ചിട്ടാണ് പല ഇൻ്റർവ്യൂകളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അല്ലാത്ത സമയത്ത് അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. അത് ഒരു ഷോ ഓഫ് ആണ്. ഇത് കാണിക്കണം, ഞാൻ സുധിച്ചേട്ടനോട്ട് ഇങ്ങനെയാണ് ഞാൻ എന്ന രീതിയിൽ കാണിക്കണം. നമുക്ക് ബാക്കിയൊന്ന് കണ്ടു നോക്കാം. ഓഹോ, ഫുഡ് കഴിച്ചോ? എൻ്റെ അമ്മയുടെ ട്രോഫി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കാണിക്കുന്ന ട്രോഫികളോ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ. കൊല്ലം സുധി സമ്പാദിച്ച ട്രോഫികളെല്ലാം കട്ടിക്കീഴയിൽ. ഇങ്ങനെയാണ് അവർ കൊല്ലം സുധിയെ ട്രീറ്റ് ചെയ്യുന്നത്. അദ്ദേഹം മേടിച്ച അവാർഡുകൾ, അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതികൾ എല്ലാം കട്ടിക്കീഴയിൽ ഒരു ചാക്കി കെട്ടി കട്ടിക്കീഴെ തള്ളി. ഇപ്പൊ രേണുസുധിയാണല്ലോ എല്ലാം. രേണുസുധിക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം നിരത്തി വെച്ചു. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, രേണുസുധി ഇപ്പോൾ ഞാനാണ്,
രേണു സുധി ഞാനാണ് ഇവിടെ എല്ലാം, ആ ഒരു ഡോമിനൻസിൽ ചിന്തിക്കുന്നു എന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വന്തം ഭർത്താവിൻ്റെ ആ മക്കളുടെ അച്ഛൻ്റെ ട്രോഫികളെല്ലാം അല്ലെങ്കിൽ അയാളുടെ ഓർമ്മകളെല്ലാം അല്ലെങ്കിൽ അയാൾക്ക് കിട്ടിയ ബഹുമതികളെല്ലാം ചുരുട്ടിക്കൂട്ടി അങ്ങോട്ട് കളഞ്ഞ് പോയി തീർന്നു. സുധിച്ചേട്ടൻ മരിച്ചു പോയില്ലേ, മരിച്ചാളുടെ തണവിലേക്ക് തണലിലെങ്ങനെ ജീവിക്കുന്നേ? ഇപ്പം ഞാനാണ് ഇവിടുത്തെ മെയിൻ. എൻ്റെ സാധനങ്ങളെല്ലാം എന്താ ടേബിളിൽ കയറി വരുന്നിടത്ത് വന്നിട്ടുണ്ട്. കാണുന്നവരെല്ലാം വരുന്നവരെല്ലാം അത് കാണട്ടെ. ഏത് കൊല്ലം സുധി, ഏത് കലാകാരൻ, എന്ത് അനുഗ്രഹീത കലാകാരൻ. ബാക്കി കാണാം. ഇത് കൊല്ലസുധി മരിച്ച സമയത്തുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. ഈ സമയത്ത് കൊല്ലസുധിക്ക് ലഭിച്ച ട്രോഫികൾ ആ വീട്ടിൻ്റെ പ്രധാനമായും നമ്മുടെ നോട്ടം പോകുന്ന സ്ഥാനത്ത് TV-യോടൊപ്പം ഇരിപ്പുണ്ട്. അപ്പം ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ അന്നത്തെ സ്നേഹത്തിൽ അത് അവിടെ ഇരുന്നേകാം, അല്ലെങ്കിൽ അന്ന് മാധ്യമങ്ങൾ വരും എന്നുള്ളത് കൊണ്ട് അവിടെ വെച്ചതാകാം, അല്ലെങ്കിൽ ഇവർ ഇത് അന്ന് കാണിച്ചതേ ഷോ ആകാം. ആള് മരണപ്പെട്ടിരിക്കുന്നു, സുധിച്ചേട്ടോ എന്ന് പറഞ്ഞ് നോക്കിയത് ഒരുപക്ഷെ ഷോ ആയിരിക്കാം, ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ നിന്ന് വന്ന വികാരമായിരിക്കാം. പക്ഷെ അന്നൊരു സമയത്ത് ആ ആൾക്ക് കിട്ടിയ പരിഗണന, ആ ആൾ നേടിയ ബഹുമതികൾക്ക് കിട്ടിയ പരിഗണന ഇന്ന് കിട്ടുന്നില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സുധിച്ചേട്ടൻ, ഇപ്പം മനസ്സിലെ സുധിച്ചേട്ടൻ്റെ സ്ഥാനം ഇനിയിപ്പോൾ വന്നിരുന്ന് മെഴുകും, ഞാൻ എൻ്റെ സുധിച്ചേട്ടൻ്റെ സ്ഥാനം എൻ്റെ മനസ്സിലാണ്, എൻ്റെ കട്ടിക്കീഴലല്ല എന്നൊക്കെ പറയുമായിരിക്കും. അന്ന് ഇതുപോലെ പലയിടത്തായിട്ട് ഫോട്ടോസ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വീട്ടിൽ സുധിച്ചേട്ടൻ്റെ ഫോട്ടോ ഇല്ല. ഇവരുടെ രണ്ടിൻ്റെ കല്യാണ ഫോട്ടോ അവിടെ തൊട്ടിച്ചു വെച്ചേക്കുന്നത് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതിനുള്ള എക്സ്പ്ലനേഷൻ രേണുസുധി അവരുടെ വീഡിയോയിൽ, അവരിട്ട വീഡിയോയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് എന്തോ ജിപ്സോ എന്തോ ആണ്, ഇവിടെ സ്ക്രൂ ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷെ സ്ക്രൂ ചെയ്തിട്ടില്ല. സ്ക്രൂ ചെയ്യാനുള്ള ബാക്കി എല്ലാത്തിനും പറ്റി സ്ക്രൂ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അത് അവരുടെ കാര്യം കേട്ടോ. അത് ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞ. ഇനി ഇത് മാത്രമല്ല, ഇവര് അന്നേ ദിവസം ഇവരൊരു സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ, കിങ്, പ്രിൻസ്, ക്വീൻ ഒക്കെ ആകുന്നതിന് മുമ്പ് ഇവർ സംസാരിച്ചൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്നെ എൻ്റെ ഏട്ടനെ സ്നേഹിക്കണം. ഇനി എന്ത് കൊടുത്താലും, വീട് കൊടുത്താലും എന്ത് കൊടുത്താലും എനിക്കല്ല, എനിക്കും എൻ്റെ പിള്ളേർക്ക് അത് ഏട്ടനുള്ളതാണ്. എൻ്റെ സുധിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത്. സുധിച്ചേട്ടനായിരിക്കണം ആ വീട്. ചേച്ചി ഇപ്പോൾ ഈ വീടിന്റെ വാടക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കാരണം നമുക്കറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സേവിങ്സോ അല്ലെങ്കിൽ സുധിച്ചേട്ടൻ വേണ്ടിയിട്ടായിരിക്കണം ആ വീട്, സുധിച്ചേട്ടൻ ഉള്ളതായിരിക്കണം ആ വീട്. സുധിച്ചേട്ടൻ്റെ ആത്മാവ്, ഞാൻ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വിശ്വസിക്കുന്ന ആളല്ല, എന്നാലും ഹിന്ദു കോൺസെപ്റ്റ് പ്രകാരം, അപ്പം ഇവര് ക്രിസ്ത്യൻ ആണ് എന്നാലും ഞാൻ പറയാം, ഒരു കോൺസെപ്റ്റ് പ്രകാരം സുധിച്ചേട്ടൻ്റെ ആത്മാവ് അവിടെ വരികയാണെങ്കിൽ ഇത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനുണ്ടാകുന്ന മനോവേദന എന്തായിരിക്കും? നിന്ന സമയത്ത് ചക്ക ചുറ്റേന് മുറ്റ പാലും പഴവും ചങ്കര ബാബേ, പോയി കഴിയുമ്പോഴത്തേനും കട്ടിക്കീഴ കയറിക്കോ ചാക്കി കയറിക്കോ. ഇനി കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ഇത് ഏതെങ്കിലും ആക്രിക്കാർക്ക് കൊടുത്തിട്ട് അവരുടെ ഷോറൂമിൽ ഇരിക്കുന്നത് കാണാനുള്ളൊരു ഭാഗ്യം നമുക്കാർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇതിനകത്ത് ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വീണ്ടും പറയുന്നു, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ അത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഞാൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നുണ്ടോ 6 വയസ്സുള്ള പയ്യനെ എങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നതെന്ന്. 6 വയസ്സുള്ള പയ്യനെ പറഞ്ഞു പഠിപ്പിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. 6 വയസ്സുള്ള പയ്യന്റെ മനസ്സിൽ വിതച്ച വിത്ത് അങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരിക്കലും ആ മക്കളെ അല്ല ഞാൻ കുറ്റം പറഞ്ഞത്. ആ മക്കളെ വളർത്തിയ പേരൻറ്റിങ്ങിനാണ് ഞാൻ കുറ്റം പറഞ്ഞത്. ആ മക്കൾക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതൊന്നും പറഞ്ഞു കൊടുക്കാത്തതിനാണ് ഞാൻ കുറ്റം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്താൻ പറ്റും.